പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2024 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രി പോലും പണി ചെയ്തിട്ടും ഓവർ ടൈം ചെയ്തിട്ടും കുടുംബം പോറ്റാൻ പറ്റാതെ കടങ്ങളിൽ വിഷമിക്കുന്നവരെ പണിയോട് പണി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു ജീവിതം എന്ന് തോന്നുന്ന രീതിയിൽ ഇനി എന്ത് ചെയ്താൽ കടങ്ങൾ പരിഹരിക്കുമെന്നറിയാതെ നിസ്സഹായമായി നിൽക്കുന്നവരുണ്ട്. ഈശോയെ, അവരെ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് പുതിയൊരു ജീവിതം നൽകി കർത്താവ് അവിടെ വഴി പോയി തിരിച്ചു വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കാണാത്ത കാലം കെട്ടപ്പെട്ട് കിടക്കുന്നവരെ, മേൽഗതിക്ക് മാർഗമില്ലാതെ വിഷമിക്കുന്നവരെ, അവർ ചുറ്റിത്തിരിയുന്ന ആ വിഷ്യ സർക്കിളിൽ നിന്ന്, വിഷമവൃത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തങ്ങളുടെ ജീവിതം അവസാനിച്ചു പോയെന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, പോയി മരിക്കട്ടെ, പോയി തൊലയട്ടെ എന്ന് നിരാശയോടെ മദ്യപിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തന്നെ നശിപ്പിച്ചുകൊണ്ട്
നിശബ്ദമായ ആത്മഹത്യയിലേക്ക് പോകുന്ന ആൾക്കാർ, കർത്താവ് അവരെ വീണ്ടെടുക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ. അവർക്കെല്ലാം ഈ പ്രാർത്ഥന കൊണ്ട്, ഈ പ്രാർത്ഥന അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പുതിയ ജീവിതത്തിലൂടെ ലഭിക്കാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ രോഗങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഗർഭിണികളുടെ ഉദരത്തിലുണ്ടാകുന്ന കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു, വളർച്ച മുട്ടിപ്പോയിട്ടുള്ള കുഞ്ഞുങ്ങൾ, ഗർഭാശയ സിസ്റ്റുള്ളവർ, ഗർഭാശയത്തിൽ ക്യാൻസർ ഉള്ളവർ, ഉദരാശയ ക്യാൻസർ, ആമാശയ ക്യാൻസർ, കുടലിൻ്റെ കുരുക്ക്, അൾസർ, അരിസസ് രോഗങ്ങൾ, ആന്തരിക രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബ്രെയിനിൽ കർത്താവ് സിസ്റ്റുള്ളവർ, ബ്രെയിൻ ഹെമറേജ് സംഭവിച്ചവർ, ഹൃദയത്തിന് കർത്താവ് സ്റ്റോപ്പ് വന്നതെന്ന്, അവർക്ക് ഹൃദയത്തിന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നവർ, ഹൃദയത്തിന് ഒരു അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജീവിതം തന്നെ മാറി മറിഞ്ഞു പോയെന്ന് വിചാരിച്ചതിന് വിഷമത്തിലിരിക്കുന്നവർ, അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അവരെ ആരോഗ്യം വീണ്ടെടുത്തതായിട്ട് അവരെ ബോധ്യപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ക്ലേശങ്ങളുള്ളവർ, ഒരു യാത്ര ചെയ്യുന്നതിന് പോലും ഇനി മനസ്സില്ല, പേടിയായിട്ട് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പേരിൽ സമൂഹത്തെ പേടി, ലോകത്തെ പേടി, പോലീസിനെ പേടി, വക്കീലിനെ പേടി, അങ്ങനെ കുറേ മനുഷ്യന്മാരെ പേടിച്ച് ജീവിക്കുന്നവരെ കർത്താവെ അവരെല്ലാ സാക്ഷികളും പ്രാർത്ഥിക്കുന്നു. ഒരു കൊലപാതകവും മരണവും സംഭവിച്ചതിൻ്റെ പേരിൽ പിന്നീട് പല പല വർഷം കഴിഞ്ഞിട്ട് പോലും ആ കുടുംബത്തിന് ഗതി കിട്ടാതെ നിൽക്കുന്ന ഇരുണ്ടുപോയ കുടുംബങ്ങൾ, ഇരുണ്ടുപോയ ജീവിതങ്ങൾ കർത്താവിൻ്റെ തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമം സ്വസ്ഥം ചെയ്യുന്നു. ഈ പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന, മരണത്തെ ജയിച്ചവൻ്റെ പ്രാർത്ഥന, ഉയർത്തെഴുന്നേറ്റവൻ്റെ പ്രാർത്ഥന, അത് പ്രാപിക്കുന്ന മക്കൾ കർത്താവെ ഉയർപ്പിൻ്റെ മഹിമ പ്രാപിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോയവരെ, ജീവിതമാർഗ്ഗം എന്തെന്നറിയാത്തവർ, പഠനം മുട്ടിപ്പോയവർ, എന്ത് പഠിക്കണമെന്ന് അറിയാത്തവർ, എവിടെ അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാത്തവർ, അഡ്മിഷൻ കിട്ടാതെ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, നിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഈശോയുടെ നാമത്തിൽ വീണ്ടെടുക്കപ്പെടട്ടെ. ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ അതാത് ദിവസങ്ങളിലുള്ള ഒരു ഹ്രസ്വ സൂത്രവാക്യങ്ങളാണ് പലപ്പോഴും ജീവിതത്തെ മേൽഗതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡെയിലി ബ്രെഡിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ബൈബിൾ മൊത്തം നോക്കുമ്പോൾ 2 രാജാക്കന്മാർ 23:3 എഴുതുക. സ്തംഭത്തിന് സമീപം നിന്നുകൊണ്ട് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന, ബൈബിൾ എന്ന് പറയണില്ല അവര്, കർത്താവിൻ്റെ പുസ്തകം എന്ന് പറയണില്ല, വചനഗ്രന്ഥം എന്ന് പറയണില്ല, മറിച്ച് ഉടമ്പടി ഗ്രന്ഥം എന്നാണ് വിളിക്കുന്നത് ബൈബിളിന്. അതെ, ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ പാലിച്ച് അവിടുത്തെ പിന്തുടർന്നു കൊള്ളാമെന്ന് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു. അത്രയേ ഉള്ളൂ. എന്താണ്? ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിച്ചു കൊള്ളാവുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ആ ക്യാപിറ്റൽ വേർഷനിൽ നിന്നാണ് മരിയൻ ഉടമ്പടി ശാഖ എടുത്തിരിക്കുന്നത്. നമ്മുടെ എന്താണ് അമ്മ പറയണത് എന്താണ്? ഇല്ലായ്മകൾ പരിഹരിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുക, കർത്താവിൻ്റെ കൽപ്പന പ്രമാണങ്ങൾ അനുസരിക്കുക എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ ഓരോരോ പ്രാദേശികമായ വിഷയങ്ങളിൽ പ്രാദേശികമായ രീതിയിൽ അത് നമ്മൾ പരിഹരിച്ചും അനുവർത്തിച്ചും പോകും. ബൈബിൾ എന്താണ്? ഉടമ്പടി പുസ്തകമാണ്. പുറപ്പാട് 24:7-8 എടുത്തേ. അനന്തരം ഉടമ്പടി ഗ്രന്ഥം എടുത്ത്, അവിടെ കണ്ട പുറപ്പാട് 24 പറയണത് എന്താണ്? ഉടമ്പടി ഗ്രന്ഥം എടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു. ബൈബിൾ എന്നല്ല പറയണത്, ഉടമ്പടി ഗ്രന്ഥം എന്ന് പറയണത്. കാര്യം ഈ ബൈബിളിൽ മൊത്തം ഉടമ്പടിയുടെ ഫോർമാറ്റിലാണ് എഴുതിയിരിക്കണത്. എന്തിനാണത്? ഈ പ്രവാചകന്മാർ വന്നതും പോയതും എല്ലാം എന്തിനാണ്? ജനങ്ങൾ ഉടമ്പടി പാലിക്കുന്നുണ്ടോ? ഉടമ്പടി പാലിക്കുന്നുണ്ടോ വെച്ചാൽ ഉടമ്പടി എന്തൊക്കെ വേണം? ഉടമ്പടി 3 കാര്യങ്ങൾ വേണം. എന്തൊക്കെ വേണം? ഫെയ്ത്ത്ഫുൾനെസ് വേണം, ദൈവത്തോട് വിശ്വസ്തത വേണം, പിന്നെ എന്ത് വേണം? ഒബീഡിയൻസ് വേണം, അനുസരണ വേണം. അപ്പം വിശ്വസ്തത, അനുസരണ, പിന്നെന്താ വേണ്ടത്? അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, ദൈവമായിട്ടുള്ള ബന്ധം. ഇത്രയും കാര്യങ്ങൾ ഉടമ്പടി കാതൽ. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ് വേണം, ഒബീഡിയൻസ് വേണം, റിലേഷൻഷിപ്പ് വേണം. അതായത് വിശ്വസ്തത വേണം, അനുസരണ വേണം,
അതുപോലെ തന്നെ ദൈവത്തോട് ബന്ധം വേണം. അതിന് ആണ് നമ്മൾ ഉടമ്പടിയുടെ ഓരോ ഫോർമുല നമ്മൾ അത് ആക്ടിവേഷൻ പ്രിൻസിപ്പിളിൽ നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ ഓരോ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ ഉടമ്പടിയിൽ ആ ബൈബിളിലൂടെ ഉപ്പ് ഉള്ളതാ, ഉപ്പ് ഉപയോഗിക്കുന്നതാണ്. അതിന് വിശ്വാസ പ്രയോഗമെന്ന് പറയും. വിശ്വാസം തന്നെ വിശ്വാസികൾ പ്രാർത്ഥിക്കാം, വിശ്വാസം പ്രഖ്യാപിക്കാം, വിശ്വാസം പ്രയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഇത് അതുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിക്കാൻ വേണം ഉടമ്പടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം വിശ്വാസത്തെ പ്രഖ്യാപിക്കണത് ആ പ്രയോഗത്തിലൂടെ നടക്കുന്നത് പ്രഖ്യാപനമാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ അതിൻ്റെ ശാസ്ത്രീയമായ വിഷയങ്ങൾ ആത്മീയ ബൈബിൾ ശാസ്ത്രപ്രകാരം ചെയ്യാൻ വേണ്ടി. ഇപ്പം ഉദാഹരണം ബൈബിളെല്ലാം അങ്ങനെ ഇതെല്ലാം നോട്ട് ബൈ മേട്ടിൽ നടക്കേണ്ടതാണ്. ബൈബിൾ ഉടമ്പടിയുടെ അടിസ്ഥാന സൂത്രവാക്യം, രക്ഷയുടെ സൂത്രവാക്യം എന്താ? രക്ഷ മനുഷ്യരാശി പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ദൈവം ഉടമ്പടി കൊണ്ടുവന്നത്. അപ്പോൾ രക്ഷയുടെ അടിസ്ഥാന സൂത്രവാക്യം എന്താ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അത് എഫെസ് 2:8 നിൻ്റെ കഴിവല്ല എൻ്റെ കൃപയെന്ന്. അപ്പം ഈ എൻ്റെ കൃപയെന്നുള്ള വിഷയം നമ്മുടെ കഴിവ് 0 മാറുമ്പോഴും അപ്രസ്തുതമാകുമ്പോഴും അത് അപര്യാപ്തം, കഴിവുകൾ അപര്യാപ്തമായി വരുമ്പോഴാണ് ശരിക്കും ഉടമ്പടി ആവശ്യമായി വരണത്. എൻ്റെ പേര് രേഷ്മ, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 5 മാസം 28 അത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആദ്യം മാതാവിൽ അങ്ങനെ വിശ്വാസവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പം അവൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ നൈറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളെ കളിയാക്കി അവളെ ചിരിപ്പിക്കാറുണ്ടായിരുന്നു. അതായത് അവൾ പ്രാർത്ഥിക്കുമ്പം വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ മാതാവിൻ്റെ അടുത്ത് ചെന്നാൽ മാത്രമേ നീ നന്നാവുള്ളൂ, അതുകൊണ്ട് ഉടമ്പടി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞതിൻ്റെ പേര് മാത്രം ഞാൻ അവൾ ആദ്യം പുതുക്കാൻ വന്ന സമയത്ത് ഞാൻ അവളുടെ കൂടെ ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് വൈകുന്നേരം മുതൽ എനിക്ക് ചിരിയില്ല, ഒന്നുമില്ല. ഞാൻ പ്രാർത്ഥനയിൽ അവളേക്കാൾ നന്നായി പിന്നെ ഞാനായി പ്രാർത്ഥനയും കാര്യങ്ങളും എല്ലാം. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും പ്രത്യേകിച്ചൊന്നും നടക്കാണ്ട് വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഞാൻ ആ ഉടമ്പടി ബുക്കൊന്ന് വായിക്കണമെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കണം. അത് ഞാൻ ചെയ്യുന്നുണ്ടായില്ല. അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ആ ബൈബിൾ ആദ്യം വായിക്കുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമ്പം മനസ്സിരുത്തി വീണ്ടും ചുമ്മാ വായിച്ച് വിടാണ്ട് ഓരോ ഭാഗവും എടുത്തെടുത്ത് വായിക്കണം എന്ന് പറഞ്ഞുകൂടി ഞാൻ വീണ്ടും അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഉണ്ടായിരുന്ന ടെൻഷനും കാര്യങ്ങളും എല്ലാം മാറി ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥനയിൽ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നു. അപ്പം ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് നിയോഗം വെച്ചത് ഞാൻ ഒരു നേഴ്സാണ്. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ AC ലീക്കായിട്ട് ആ ഗ്യാസ് മൊത്തം ശ്വസിച്ച് എനിക്ക് വയ്യാതായി. എനിക്ക് ശ്വാസമുട്ടൽ സംഭവിച്ചു. അങ്ങനെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് ഞാൻ ട്രീറ്റ്മെൻറ്റുകൾ എടുത്തു. അപ്പം അതിനുശേഷമാണ് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നത്. അപ്പം റിസൈൻ ചെയ്തിട്ട് മെഡിസിൻ കുറച്ച് സ്റ്റാർട്ട് ചെയ്തു. ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഉപ്പും തേനും മാത്രമായി എൻ്റെ മെഡിസിൻ. ബാക്കി ഇംഗ്ലീഷ് മരുന്ന് പല മെഡിസിൻസും യൂസ് ചെയ്തു. അതൊക്കെ ഞാൻ അതോടുകൂടി നിർത്തി. ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം ഉപയോഗിച്ച് പിന്നെ ഞാൻ മുമ്പോട്ട് പോയി. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ഈ കടുക് വറുക്കുന്ന അങ്ങനെയുള്ള സ്മെല്ലുകൾ, പുക, ചാരം ഒന്നും ഒട്ടും പറ്റത്തില്ല. അപ്പോൾ തൊട്ട് ഞാൻ ചുമയ്ക്കാൻ തുടങ്ങും. ചുമച്ച് കഴിഞ്ഞാൽ ചുമച്ച് കണ്ണിൽ ചോര വരുന്ന പോലെ അതുപോലെ ചുമയാണ്. കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഇത് തനിയെ നിന്ന്. പക്ഷെ ഞാനത് മറന്നുപോയി. ഈ ശ്വാസമുട്ടലിൻ്റെ കാര്യം മാറി എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. പിന്നീട് ഒരു ദിവസം അമ്മ പറഞ്ഞപ്പോഴാണ് അയ്യോ ശരിയാണല്ലോ എൻ്റെ ശ്വാസമുട്ടൽ മാറിയല്ലോ എന്ന് ഓർത്തത്. അന്ന് ഉടമ്പടി വെച്ച സമയത്ത് തന്നെ ഞാൻ എബ്രോഡ് പോകുന്ന കാര്യം ആഗ്രഹമുണ്ട്. പക്ഷേ പൈസയുടെ ബുദ്ധിമുട്ട് കാരണം അത് നമുക്കൊന്നും വിധിച്ചിട്ടില്ലല്ലോ എന്നുള്ള അതിൽ വലിയ മൈൻഡ് കൊടുക്കാണ്ടിരുന്നു. അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് ഞാൻ പുറത്ത് പോകണം, എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം എന്നുള്ള ഒരിതുള്ളതുകൊണ്ട് വീട്ടുകാരെ ഇതാക്കി ഞാനിങ്ങനെ അവർ പറയുമ്പോഴും ഞാൻ വലിയ മൈൻഡ് ആക്കത്തില്ല. നോക്കിയിട്ട് കാര്യമില്ല, പൈസയില്ല, പിന്നെ എന്തിനാ വെറുതെ എന്നുള്ള ഒരു മൈൻഡിലായി മുമ്പോട്ട് പോയി. അപ്പം എനിക്ക് ഇങ്ങോട്ടേക്ക് തന്നെ ഓരോരോ വേക്കൻസികളും പുറത്തോട്ട് പോകാനുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഇങ്ങോട്ട് തനിയെ വന്നിട്ടും ഞാനൊരു എഫേർട്ട് കൊടുക്കാതെ ഞാൻ വേണ്ടാന്ന് വെച്ചു. അവസാനം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു നീ എന്തായാലും എടുക്ക്, നീ പള്ളിയിൽ ഓൾറെഡി പോകുന്നതല്ലേ, നീ എടുക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ഏജൻസിയെ ആദ്യം മീറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ എക്സാം പഠിക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനൊരു അക്കാഡമി പോയി
അവിടെ എക്സാം അത് ക്ലാസ് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിന് ഡേറ്റ് ആദ്യം എടുക്കണം. എക്സാമിന് ഓഗസ്റ്റ് നോക്കി ഡേറ്റ് കിട്ടിയില്ല, സെപ്റ്റംബർ നോക്കി ഡേറ്റ് കിട്ടിയില്ല. അവസാനം ഓഗസ്റ്റ് 7-ാം തീയതി എനിക്ക് ഡേറ്റ് കിട്ടി. അത് ചെന്നൈയിലാണ് കിട്ടിയത്. അങ്ങനെ അക്കാഡമി പോയി പഠിച്ചു. അവിടെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു പേടിയുണ്ടായി. കാരണം നമ്മൾ വെളുപ്പിനെയൊക്കെ പ്രാർത്ഥിക്കുമ്പം ഈ മാതാവിന് വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ അതിനോട് ഇതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ല നമ്മൾ വെളുപ്പിനെ പ്രാർത്ഥിക്കുമ്പം. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെങ്കിൽ മാതാവിനെ അറിയാവുന്ന ഒരു കൊച്ചിനെ തന്നെ എൻ്റെ കൂടെ തരണേ, അല്ലെങ്കിൽ ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്യും എന്നോർത്ത് ഞാൻ റൂമിലോട്ട് കയറി ചെല്ലുമ്പം എൻ്റെ അപ്പുറത്തെ റൂമിലെ കൊച്ചിൻ്റെ ബെഡിൽ തലേണയുടെ പൊക്കത്ത് ഉടമ്പടി പുസ്തകം ഇരിക്കുക. എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോൾ. കാരണം ഞാൻ പ്രാർത്ഥിച്ച് തീർന്നില്ല. അപ്പോഴേക്കും ആ കുട്ടി എൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ ഒരുമിച്ചായി പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ ക്ലാസ്സുകൾ അവസാനിച്ചു. ഞാൻ എക്സാമിന് പോകാനായിട്ട് ട്രെയിൻ നോക്കി. ട്രെയിൻ ഒന്നും കിട്ടിയില്ല. കാരണം ബസ്സിൽ പോയാൽ ഞാൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്ന ആളായതുകൊണ്ട് ബസ് നോക്കിയില്ല, ട്രെയിനാണ് നോക്കിയത്. ട്രെയിൻ കിട്ടാത്തതുകൊണ്ട് അവസാനം ബസ്സിൽ ബുക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വൊമിറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പം കുറേ വൊമിറ്റ് ചെയ്തു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരു സാക്ഷി ഞാൻ കേട്ടായിരുന്നു ഇതുപോലെ. ഒരുപാട് വയ്യാണ്ടായപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, മാതാവേ, അമ്മയുടെ മടിയിൽ കിടത്തി എന്നെ ഉറക്കണേ, എനിക്കിനി വയ്യ, എന്നെ കൂടി ഇനി പറ്റത്തില്ല എന്നൊരു സാക്ഷി ഞാൻ കേട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മാതാവേ, ഇനി എനിക്ക് ഛർദ്ദിക്കാൻ വയ്യ, ഇനി ഇങ്ങനെ ആയ ഞാൻ ടയേർഡായിപ്പോൾ എഴുതി എനിക്ക് എക്സാം കാര്യങ്ങളൊന്നും എഴുതാൻ പറ്റത്തില്ല, അതുകൊണ്ട് അമ്മ എന്നെ അമ്മയുടെ മടി കിടത്തി ഉറക്കണേ എന്ന് ഞാൻ പറഞ്ഞ് അതിനുശേഷം ഞാൻ ഛർദ്ദിച്ചില്ല. പിന്നെ രാവിലെ 6 മണിയായപ്പോൾ ഞാൻ ഉണർന്ന് പിന്നെ കുറേ സമയം എടുത്തു അവിടെ ചുറ്റി സെൻറ്റർ കണ്ടുപിടിക്കാൻ. എക്സാം ഹാളിൽ ചെന്നിട്ടും എനിക്ക് ബസ്സിൽ പോലും ഒന്നും ഇരുന്ന് നോക്കാൻ പറ്റില്ല, വയ്യാതായല്ലോ. ഞാനപ്പോൾ പറഞ്ഞു, മാതാവ്, എനിക്ക് ഒന്നും നോക്കാൻ പോലും പറ്റിയില്ല, ഞാൻ എക്സാം എന്തെഴുതും? സാരമില്ല മാതാവ്, എനിക്കൊരു വഴി കാണിച്ചിട്ടെന്ന് പറഞ്ഞ് ഞാൻ കയറിയപ്പോൾ അവരാദ്യം കാശ് രൂപം എൻ്റെ കഴുത്തെ കണ്ടിട്ട് അവർ അത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ഊരാനെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഞാൻ പൊക്കിയപ്പോൾ അവർ പറഞ്ഞു, അല്ലേ വേണ്ട, അത് കഴുത്തെ കിടന്നോട്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എക്സാം ഹാളിൽ പോയി ഇരുന്നു കഴിഞ്ഞ് കാശ് രൂപത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ വന്ന് ചെക്ക് ചെയ്തു അതിന് എന്തെങ്കിലും മൈക്കാണോ അതെന്തെങ്കിലും ആണോ എന്ന് കരുതി അവരത് ഫുൾ ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഇനി അങ്ങനെ സംസാരിക്കരുത്, അവർക്ക് ക്യാമറയിൽ കൂടെ കാണാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് നോക്കിയപ്പം കുറച്ചൊക്കെ അറിയാവുന്നത് വേറെ ഒന്നും അറിയാവുന്നതും ഇല്ല. ഞാൻ പറഞ്ഞു, മാതാവി, ഇനി ഒരു എക്സാം എഴുതാൻ, കാരണം ഈ എക്സാമിനുള്ള 60,000 രൂപ ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് എൻ്റെ വീട്ടുകാർക്ക് അറിയത്തുള്ളൂ, അതുകൊണ്ട് ഇനി ഒരു എക്സാം എഴുതാമെന്ന് പറഞ്ഞാൽ അത് പോസിബിളായിട്ടുള്ള കാര്യമല്ല, ഇനി ഞാൻ ഈ ഒരു കാര്യം ഉപേക്ഷിച്ചാൽ മതി, അതുകൊണ്ട് ഒറ്റ എഴുത്തിൽ തന്നെ എനിക്ക് പാസ്സായാൽ മാത്രം മതി, ഒറ്റ എഴുത്തിൽ തന്നെ എനിക്കത് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് എക്സാം ഹാളിൽ കയറി ആദ്യം കുറച്ച് അറിയാവുന്ന എഴുതി, പിന്നെ ഒന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, മാതാവ്, എനിക്ക് ഓരോന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എനിക്ക് മാതാവ് കാണിച്ചു തരുന്ന ആൻസർ ഞാൻ ടിക്കറ്റ് പോയി. 1.5 മണിക്കൂറായിരുന്നു ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടത്, ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ ക്വസ്റ്റ്യനും അരമണിക്കൂർ മുമ്പേ ഞാൻ അറ്റൻഡ് ചെയ്യും. എന്നിട്ട് എനിക്ക് അവസാനം ഈ സമയത്തിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റുന്ന പേടിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്തിനുള്ളിൽ അതെല്ലാം എഴുതി തീർത്തു. എക്സാം എഴുതി എല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും കഴിഞ്ഞ് മുമ്പ് ആദ്യം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞ് ചെന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡായിരുന്നു കൂടെ വന്നത്. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ചോദിച്ചു, എടി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു, എനിക്ക് തോന്നിയ ക്വസ്റ്റ്യൻസ് എനിക്ക് മാതാവ് കാണിച്ചു തന്നത് മാത്രമാണ് ഞാൻ എഴുതിയത്, പക്ഷേ എനിക്ക് ഉറപ്പാണ് ഞാൻ എക്സാം എന്തായാലും പാസ്സാവും. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ ഒന്നും എഴുതിയില്ല, ഞാൻ പാസ്സാകും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബയോമെട്രിക് ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അതായത് എക്സാമിന് കയറിയപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കണമെന്ന് വെച്ച കാര്യങ്ങൾ പോലും ഞാൻ നോക്കിയില്ല. ആ നോക്കാത്ത കാര്യങ്ങളൊക്കെ എക്സാമിന് വന്നു, അതെനിക്ക് എഴുതാൻ പറ്റിയില്ല. എന്നിട്ടും ഞാൻ എക്സാമിന് അറിയാതെ എഴുതിയ എല്ലാ എക്സാമിനും ഞാൻ പാസ്സായി. എക്സാം പാസ്സായതിന് ശേഷം ഞാൻ ആദ്യം ഒരു ഏജൻസിക്ക് കൊടുത്തു. ആ ഏജൻസിയിലെ ആളെൻ്റെ പാസ്പോർട്ട് വെച്ച് ബ്ലോക്കാക്കി, അത് കുറേ ഇഷ്യൂ ആയി. അപ്പം അങ്ങനെ കുറേ തടസ്സങ്ങൾ വന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ നടക്കാതെ വന്നപ്പം ഞാൻ വേറൊരു ഏജൻസിയെ കണ്ട് അവരോട് ഈ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ എനിക്ക് പൈസയുടെ കാര്യങ്ങളില്ലയെന്ന് പറഞ്ഞപ്പം അയാൾ എന്നെ സഹായിക്കാൻ, കുഴപ്പമില്ല, അപ്പോൾ ഇതൊക്കെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് പകുതി വരെയായി. ഞാൻ കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി എഴുതിയ എക്സാം ഇപ്പോൾ ഈ ഒക്ടോബർ ആയില്ല, ഇതുവരെയായിട്ടും ഒരു 3 മാസം വരെ അയാൾ ശരിയാക്കാമെന്ന് പറഞ്ഞിട്ട് സമയം കളഞ്ഞതല്ലാതെ എനിക്ക് ശരിയാക്കി തന്നില്ല. എന്നിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഒരു ഏജൻറ്റിനെ കണ്ടുപിടിച്ച് ആ ഏജൻറ്റ് അത് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, ഞാൻ ഉടമ്പടിയിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായിക്കുന്നില്ലേ, കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നില്ലേ, ഇനി എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ എന്ന് കരുതി ഞാൻ പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും എൻ്റെ കുറച്ച് പത്രം ഞാൻ കൊടുക്കാൻ ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നുപോയതല്ല, അത് കൊടുക്കാമെന്നുള്ള ഒരു ഇതിലിരുന്ന അതെല്ലാം കൊടുത്തു ഞങ്ങളുടെ അടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു, അവിടെ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വിസയുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ആ വിസയുടെ ഇത് സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് എടുത്ത് അയച്ചു തന്നു. അതെല്ലാം അയച്ചു തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാത്തിനും ഓരോരോ തടസ്സങ്ങളായിരുന്നു. എവിടെ പോയാലും പൈസയായിരുന്നു മെയിൻ തടസ്സം. ഓരോ സമയവും പൈസ റെഡിയാകാതിരുന്നപ്പോഴത്തേക്കും
ഞാൻ അയാളോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് കുറച്ച് സമയം വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്ക് പൈസ ശരിയാവുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു, ഇത്രയും കൊണ്ട് എന്നെ എത്തിച്ചിട്ട് ഇനി മുമ്പോട്ട് ഞാൻ എന്ത് ചെയ്യും? കാരണം 1 രൂപ പോലും കയ്യിലില്ലാതിരുന്ന സമയത്താണ് ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിയത്. അതായത് കയ്യിൽ 1 രൂപ പോലും ഇല്ല. എന്നിട്ട് ഞാൻ ഇതിനൊക്കെ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അപ്പം എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, എടി ഇത് എങ്ങനെയാ, പൈസ ഒന്നും ഇല്ലാതെ നീ എന്തുദ്ദേശിച്ചാണ്? ഞാൻ പറഞ്ഞു, നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, പക്ഷേ ചേട്ടൻ നോക്കിയോ, ഞാൻ എന്തായാലും പുറത്ത് പോകും എന്ന് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആദ്യം പൈസ ചോദിച്ചവർ വിളിച്ചിട്ട് പറഞ്ഞു പൈസ തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ പൈസയും അങ്ങനെയുള്ള എല്ലാ പൈസയും ഏജൻറ്റിന് കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ട് അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞ് പിന്നെയും തടസ്സം, ടിക്കറ്റ് ശരിയാവുന്നില്ല. അതായത് എനിക്ക് ടിക്കറ്റ് കിട്ടുന്നില്ല, ടിക്കറ്റിൻ്റെ ഡേറ്റ് താമസിക്കും, വിസ വരാനും താമസിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ ഒത്തിരി പ്രശ്നമുണ്ടായി. എന്നിട്ട് ടിക്കറ്റും കാര്യങ്ങളും എല്ലാം എനിക്ക് കിട്ടിയതിന് ശേഷം ഇതുപോലെ എനിക്ക് എന്തെങ്കിലും വയ്യാഴികയോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ ഉടമ്പടി ഉപ്പും എണ്ണയുമാണ് യൂസ് ചെയ്യാറ്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും അമിതമായിട്ട് ടെൻഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടത്തില്ല, അപ്പോഴൊക്കെ ഞാൻ ഉപ്പും എടുത്ത് നാവിലിടും. എന്ത് കാര്യത്തിന് പോയാലും ഞാൻ ഉപ്പെടുത്ത് കഴിക്കുക. ഉടമ്പടി തൈലവും കാശുരൂപവും ചേർത്ത് പിടിച്ചാണ് ഞാൻ പോകാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലുകളായിരുന്നു ആദ്യം കൊണ്ട് കൊടുക്കാറ്. പിന്നെ ഞങ്ങൾ വരുന്ന വഴിയിൽ കുറച്ച് ആൾക്കാർ എപ്പോഴും ഇരിക്കാറുണ്ട്, അപ്പോൾ അവർക്ക് ഫുഡുകളും കാര്യങ്ങളൊക്കെ കൊടുക്കും. പിന്നെ അല്ലാതെ ഇപ്പോൾ കയ്യിലെന്തെങ്കിലും പൈസയോ കാര്യങ്ങളൊക്കെ ഉള്ളതനുസരിച്ച് ഉള്ളതുപോലെ ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ നേരത്തെയൊക്കെ എൻ്റെ മുമ്പിൽ ആരെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ അമ്മയായാലും ഹസ്ബൻഡൊക്കെ ആയാലും നോക്കാതെ അങ്ങ് കൊടുക്കും. അപ്പോൾ ഞാൻ പറയും, എന്തിനാണ് കൊടുക്കുന്നത്, അവർക്ക് ആരോഗ്യമില്ല, അവർ പണിയെടുത്ത് ജീവിക്കട്ടെ, നമ്മളെന്തിനാണ് അങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഇടയ്ക്ക് ഞാൻ ഒരുപാട് സമയത്ത് ഉടമ്പടി ഉഴപ്പിയിട്ടുണ്ട്, ഒരുപാട് തവണ ഉഴപ്പിയിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ എഴുതിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ആദ്യം മാതാവിനെ ഏൽപ്പിച്ച് അന്ന് തൊട്ട് മാതാവ് എന്നെ കൈവെള്ളം കൊണ്ട് നടക്കുക. ഇപ്പോൾ വരെ ഞാൻ ഉടമ്പടികളെല്ലാം തെറ്റിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തെറ്റിക്കുകയും പിന്നെ പ്രാർത്ഥിച്ച് ക്ഷമ പറഞ്ഞ് പിന്നെ ഉടമ്പടിയിൽ ആകുമൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴും മാതാവ് അതിനോട് ക്ഷമിച്ച് എന്നെ മാതാവിൻ്റെ കൂടെ തന്നെ നിർത്തി. എന്നിട്ട് അപ്പം ഞാൻ ആലോചിച്ച് എനിക്ക് യോഗ്യതയില്ലല്ലോ, എന്നിട്ടും എൻ്റെ കാര്യങ്ങളും പൈസയും എല്ലാ കാര്യവും ആ കറക്റ്റ് സമയത്ത് ലേറ്റ് ആകുമ്പം എനിക്ക് അതിൻ്റെ ലേറ്റ് ആകുന്നതിൻ്റെ ആ തടസ്സം എനിക്ക് അതിലും നല്ലൊരു കാര്യമായിരുന്നു എനിക്ക് തന്നുകൊണ്ടിരുന്നത്. എന്തിനാണ് എനിക്ക് തടസ്സം വന്നത്, ആ തടസ്സം എൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ മെഡിക്കലിൻ്റെ കാര്യം വന്നു. മെഡിക്കൽ വന്നപ്പോഴത്തേക്ക് ഓൾറെഡി എനിക്ക് 20% പ്രശ്നമുണ്ട് ലങ്സിന്. അപ്പോൾ മെഡിക്കൽ എടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായിരുന്നു. അപ്പോൾ ഞാൻ ഉപ്പും ഉടമ്പടി തൈലവും യൂസ് ചെയ്തിട്ടാണ് ഞാൻ മെഡിക്കലിന് കയറിയിട്ട് ടെസ്റ്റ് പ്രീ മെഡിക്കലും എടുത്തു, മെയിൻ മെഡിക്കലും എടുത്തു. രണ്ടിലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് പ്രശ്നമുണ്ട്, അതെനിക്കറിയാം, ഞാൻ എൻ്റെ ടെസ്റ്റ് എടുത്തിട്ടുള്ളതാണ്. പക്ഷേ മെഡിക്കൽ എടുത്തപ്പം ലങ്സിനും കാര്യങ്ങൾക്കും ഒന്നും ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഞാൻ മാതാവ് എനിക്ക് ഇനി ലേറ്റായി, കാരണം October 7 എൻ്റെ എക്സാമിൻ്റെ വാലിഡിറ്റി തീരും. അതിനു മുമ്പ് എനിക്ക് പുറത്ത് പോകണം, എബ്രോഡ് പോകണം. അതിനുള്ള വഴി എനിക്ക് മാതാവ് കാണിച്ചു തരണേ, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും. എന്നെ എല്ലാവരും കളിയാക്കിയിട്ടുണ്ട്. ഈ ശ്വാസമുട്ടൽ വന്ന കാരണം ജോലിക്ക് പോകാൻ പറ്റത്തില്ല, പൈസ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ മാറി നിന്നപ്പോൾ ഒരുപാട് പേര് കളിയാക്കിയവരൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ മാതാവ് എന്നെ ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പ് എനിക്ക് സാക്ഷ്യം പറയാനായിട്ടൊരു അവസരം തന്നതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് തടസ്സങ്ങൾ വരുന്നതിന് ഒരു റീസൺ അതിലും 100% ബെറ്ററായിട്ടുള്ള മറ്റൊരു കാര്യത്തിനാണ്. ഒരിക്കലും നമ്മൾ മാതാവിനെ എനിക്ക് മാതാവ് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറയരുത്. നമുക്ക് തരുന്ന തടസ്സം എനിക്ക് വാക്കുകളില്ല, അതിൻ്റെ ഇരട്ടി നല്ലത് മാത്രം തരാനാണ് മാതാവ് നമുക്കൊരു തടസ്സം വെക്കുന്നത്. സങ്കീർത്തനങ്ങൾ 119, 151 മുതൽ 153 വരെ തിരുവചനങ്ങൾ. കർത്താവെ, അവിടുന്ന് സമീപസ്ഥനാണ്, അവിടുത്തെ കൽപ്പനകൾ സത്യമാണ്, അങ്ങയുടെ കൽപ്പനകൾ ശാശ്വതമാണെന്ന് പണ്ടേ ഞാൻ അറിഞ്ഞിരിക്കുന്നു. എൻ്റെ സഹനങ്ങൾ കണ്ട് എന്നെ മോചിപ്പിക്കണമേ, എന്തെന്നാൽ ഞാൻ അങ്ങയുടെ നിയമം മറക്കുന്നില്ല. രേഷ്മ രമേശ് എന്ന ഈ അക്രൈസ്തവ മകൾ തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത്. മകൾ മറ്റൊരു കാര്യം അതിനോട് പറഞ്ഞു, പലപ്പോഴും ക്രൈസിസ് വരുമ്പോൾ അതിന് ഒരു ആത്മപരിശോധന നമ്മളോട് ചോദിക്കും. ഉടമ്പടി എങ്ങനെയുണ്ട്, സ്വയം നീയൊന്ന് മാർക്കിട്ട് നോക്കാൻ പറയും. നമുക്കൊരു ഇവാലുവേഷൻ പേപ്പർ ഉണ്ടല്ലോ ഉടമ്പടിയോട് ചേർന്ന് തന്നെ. നമ്മൾ സ്വയം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടിയുടെ നിബന്ധന പ്രകാരം എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടോ? മിക്കവാറും ക്രൈസിസിലൂടെ പോകുന്ന മക്കൾ തിരിച്ചറിയും, ഉടമ്പടിയിൽ എവിടെയെങ്കിലുമൊക്കെ കാര്യമായ കുഴപ്പങ്ങൾ, അലസതകൾ, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുവാനാവാത്ത മനസ്സുകൾ ഒക്കെ വന്നു ചേർന്ന് ആ ഉടമ്പടി തന്നെ ഒരു ക്രൈസിസായി തീർന്നിട്ടുണ്ടെന്നാണ്. ചിലപ്പോൾ അത് വൈരാഗ്യം കൊണ്ട് നിറഞ്ഞ മനസ്സായിരിക്കും, ക്ഷമിക്കുവാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും,
ചിലപ്പോൾ നമ്മുടെ കാരുണ്യ പ്രവൃത്തികൾ വേണ്ടെന്ന് വെച്ച് നാം മടിച്ചു നിൽക്കുന്ന സാഹചര്യമായിരിക്കും. ചിലപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം എന്തിനാ അത് ചെയ്യുന്നതെന്ന് കരുതി നമ്മളൊന്ന് സ്വയം ന്യായീകരിച്ച് പുറകോട്ട് മാറുന്ന രീതിയായിരിക്കും. ഒരുപക്ഷെ ധ്യാനം കൂടുന്നതോ ഉപവസിക്കുന്നതോ ദിവ്യബലിക്ക് പങ്കുചേരുന്നതോ വചനം വായിക്കുന്നതോ അത് പിന്നെയാവട്ടെ, എപ്പോഴും എന്തിനാ, എല്ലാ ദിവസവും എന്തിനാ, ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ച് ഉടമ്പടിയെ ഡിഫീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ കാണാൻ പറ്റും. അത് ഉടമ്പടി നമ്മളൊന്ന് തെച്ചു മിനുക്കി വൃത്തിയാക്കി ജീവിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കും, എന്തൊക്കെയാണോ കാർമേഘമായി വന്നത്, എന്തൊക്കെയാണോ സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി മുന്നോട്ട് പോകാനാവാത്ത തടസ്സങ്ങളായി നിൽക്കുന്നത്, അത് ഓരോന്നും മഞ്ഞുരുകുന്നത് പോലെ ഉരുകി മാറുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. മാതാവിൻ്റെ കരം ചേർത്ത് പിടിച്ചാൽ അവൾ കാനായിലെ ഇല്ലായ്മയിൽ മകനോട് ചേർന്ന് നിന്ന് മകനെ കൊണ്ട് ആദ്യത്തെ അടയാളം അവൾ ചെയ്യിപ്പിച്ചവളാണെങ്കിൽ, മകനോട് ചേർന്ന് നിന്ന് കാൽവരിയുടെ വിരിമാറിൽ മകൻ്റെ ബലി പൂർത്തിയാക്കുവാൻ ആ സഹന തീച്ചുളയിൽ ധൈര്യത്തോടെ മകന് കരുത്ത് പകർന്ന അമ്മയാണെങ്കിൽ, ആ അമ്മ നമ്മുടെ ജീവിതം ഏതവസ്ഥയിലാണെങ്കിലും, ഇല്ലായ്മയിലാണെങ്കിലും, സഹന തീച്ചുളയിലാണെങ്കിലും അമ്മ കൂടെ നിന്ന് ആ ജീവിതത്തിന് ഒരു കരപറ്റുന്നത് വരെയും, ഒരു നന്മയുണ്ടാകുന്നത് വരെയും, നിയോഗം സഫലമാകുന്നത് വരെയും കൂടെ നിന്ന് അമ്മ സഹായിച്ചു കൊണ്ടിരിക്കും. അതിന് സമയം കൊടുക്കണം. നമ്മളെ തന്നെ ഉരുക്കി വാർക്കുവാനുള്ള സമയം കൊടുക്കണം. ദൈവത്തിന് ഇടപെടുവാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ ആത്മാവിന് ഒരുക്കി കൊടുക്കണം. ദൈവത്തിൻ്റെ ഏതൊരു ചെറിയ സ്പന്ദനത്തെയും ഉള്ളിൽ സ്വീകരിക്കുവാൻ പറ്റുന്ന ഒരു ആത്മശരീര ജീവിതം കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഉടമ്പടി പതിയെ പതിയെ നാം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ അനുഗ്രഹങ്ങളായി മാറുന്നുവെന്ന്. അതുകൊണ്ട് ഓർക്കണമേ, നമ്മൾ വലിയ വിഷമങ്ങളോടുകൂടി വലിയ പ്രതിസന്ധികളിലും തകർച്ചകളിലും അമ്മയുടെ അരികിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീര് കാണുന്ന അമ്മ കരുതലോടുകൂടി നമ്മളെ കാത്തുകൊള്ളും. ഏതൊരു തകർച്ചയിലും ഞെരുക്കത്തിലും സാമ്പത്തിക കടബാധ്യതയിലും അമ്മയുടെ കരങ്ങളിലേക്ക് ഇല്ലായ്മയല്ല മൈനസ് മാത്രമേ ഉള്ളൂ എന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി സാഹചര്യവും സമയവും ക്രമീകരിച്ച് ജീവിതത്തിനൊരു മേൽഗതിക്കുള്ള പ്രകാശം നമുക്ക് തെളിച്ചു തരും. ഈ മകൾ അത് തന്നെയാണ് പറയുന്നത്. പൈസയൊന്നും എൻ്റെ കയ്യിലില്ല, എങ്കിലും വീട്ടുകാരോട് ഉറപ്പിച്ച് പറയും, ഞാനിത് വിദേശത്ത് പോയിരിക്കും. കാരണം അമ്മയുടെ വഴികളിലാണോ നിൽക്കുന്നത്, അമ്മ തന്നെ നമ്മളറിയാതെ കാര്യങ്ങൾ ക്രമീകരിച്ച് ശുഭകരമാക്കുന്നത് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ഈ മകളുടെ കഴിവിനപ്പുറം ദൈവകൃപയാൽ പരീക്ഷകൾക്ക് വിജയം നൽകിയതിന്, ഈ മകളുടെ സാമ്പത്തിക സുസ്ഥിതി ഒന്നുമില്ലായ്മയിൽ വളരെ ദാരിദ്ര്യത്തിൽ ആ എല്ലാം ക്രമീകരിച്ചു കൊടുത്ത് വിദേശത്തേക്ക് പോകുവാൻ വഴി തുറന്നതിന്, ഈ മകൾക്ക് വിശ്വാസത്തിന് നല്ല ബോധ്യങ്ങൾ കൊടുത്തുകൊണ്ട് ദൈവനിയമം ഞാൻ പാലിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ മേൽഗതിക്കുള്ള വഴികൾ അമ്മ തുറന്നു തരുമെന്ന ബോധ്യം നൽകി മകളെ സഹായിച്ചതിന് ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാം. പൂർണ്ണമായി അമ്മയിൽ ശരണപ്പെടാം. ഏത് പ്രതിസന്ധിയും അമ്മ മാറ്റിത്തന്നുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമ്മളെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കും. മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും.